വെൽക്കം ടു കാതിരോല. ഞാൻ പ്രീത. ഇന്ന് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ന്യൂ ഐറ്റംസ്, അത് അതിൻ്റെ ബാലൻസ് ഉള്ളത് കാണാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുനോക്കാം. ഡിഫറെൻറ്റ് മെറ്റീരിയലുള്ളതാണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ളതാണ്. നമുക്ക് കാണാം. ഇത് കോഡ് സെറ്റാണ്, ഷിഫോണിൽ വരുന്നതാണ്. ഇതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ലഹരിയ പ്രിൻറ്റ് പോലെ വരുന്നതാണ്. അതുപോലെ സെൻറ്ററിലൊക്കെ ഈ റൗണ്ടിൻ്റെ എല്ലാം സെൻറ്ററിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ചെസ്റ്റ് പോർഷൻ, ഈ നെക്ക് പോർഷൻ ഇങ്ങനെ റൗണ്ട് നെക്കാണ്. അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക്, ബീഡ്സ് വർക്ക്, ഫാൻസി മിറർ വർക്ക്, എല്ലാ വർക്കും വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഈ മുത്ത് കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ടുള്ള നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാ സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡിയിൽ ലൈനിങ് ഉണ്ട്. താഴെ വന്നിട്ടാണ് ടോപ്പിൻ്റെ താഴെയായിട്ടാണ് ചെറിയൊരു സ്ലിറ്റ് പോലെ വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെയാണ്, അപ്പ് ആൻഡ് ഡൗൺ പോലെയാണ്. ഫ്രണ്ടിൽ കുറച്ച് ഒരു 2 ഇഞ്ചോളം കയറി നിൽക്കും, ബാക്കിൽ ഇങ്ങനെ അങ്ങനെയാണ്. സൈഡിൽ ചെറിയൊരു ഓപ്പണിങ് പോലെ, ചെറിയൊരു സ്ലിറ്റ് പോലെ ഉള്ളൂ. ഇതാ നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. സിമ്പിളായിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. വല്ലാതെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡെയിലി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പീസാണ്. അതിൻ്റെ പാൻറ്റ് നല്ല സ്റ്റൈലിഷാണ്. പലാസോ ആണ് ഇതിൻ്റെ, ഏകദേശം സ്കർട്ട് മോഡൽ തന്നെ പറയാം. നല്ല ലൂസ് പലാസോ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിന് ജോർജറ്റ് ആയതുകൊണ്ട് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലൂസ് പലാസോ ആണ്. സൈസ് മീഡിയം ടു XXL സൈസിൽ അവൈലബിൾ ആണ്. പ്രൈസ് സ്ക്രീനിൽ കാണുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് പീസാണ്. ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ മെയിൻ കളറായിട്ട് വരുന്നത്. നല്ലൊരു 2 പീസ് സെറ്റാണിത്. മസ്ലിനാണ്, പ്യുവർ മസ്ലിനാണ്. ഇതാ നെക്കിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കുക. നല്ല ഷാർപ്പായിട്ടുള്ള വി ആണ്. ഇവിടെ ഇത്രയും ഒരു ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇതാ കട്ട് ബീഡ് വർക്കും വളരെ പൊടിയായിട്ടുള്ള സീക്വൻസ് വർക്ക്, എല്ലാ എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗം നല്ല സ്റ്റൈലിഷാണ് ഇല്ലല്ലേ. ഈ ഒരു പ്രിൻറ്റ് ഇത്തിരി റയറായിട്ടുള്ള പ്രിൻ്റാണ്. ആ പ്രിൻറ്റിൻ്റെ ഒരു ഭംഗി നോക്ക്. അതിൽ ഫോയിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ആണ്. ഇങ്ങനെ ആ ഒരു മോട്ടീഫിന് നല്ലൊരു ഭംഗിയാണ്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതാ ട്രാൻസ്പെറൻറ്റേ അല്ല, അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്, സെയിം ഡിസൈനിൽ തന്നെ വരുന്നത്. വളരെ പ്രീമിയം ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും സോഫ്റ്റാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പാൻറ് ഇതാ സെയിം ഡിസൈൻ, സെയിം കളർ ടോണിൽ തന്നെയുള്ള പാൻറ്റാണ്. 2 പീസാണ്. മീഡിയം ടു XXL ലഭ്യമാണ് കേട്ടോ. മീഡിയം ടു XXL കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റാണ്. പോക്കറ്റ് ഉണ്ട്. വൺ സൈഡ് ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് പാൻറ്റാണ്. നല്ല ഒരു പീസാണ്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇനി ഇത് റെഡ് ഷെയ്ഡിലും അവൈലബിൾ ആണ്. റെഡ് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിന് മാത്രം, ആ കളറിന് മാത്രം യെല്ലോയ്ക്ക് പകരം റെഡ്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. ബാക്കി അതുപോലെ കട്ട് ബീഡ് വർക്കും അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. നല്ലൊരു തിളക്കം, നല്ലൊരു സ്റ്റൈലാണ്. ഈ ഒരു ആ ഒരു നെക്കിൻ്റെ ഭാഗമായിട്ട് ഷാർപ്പ് വി പോലെയാണ് വന്നിട്ടുള്ളത്. ഒരു വൈ മോഡൽ ഷേപ്പിൽ തന്നെ പറയാം. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. നല്ല ഫ്ലോ ഉള്ളതാണ്, നല്ല സ്റ്റൈലാണ്, നല്ല ഫ്ലോ ആണ്. റെഡ് ആയാലും യെല്ലോ ആയാലും ഏതാണ് ഭംഗിയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ 3XL വരെ, മീഡിയം ടു 3XL വരെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പാൻറ്റ് നല്ല ഡാർക്കായിട്ടുള്ള റെഡ് പാൻറ്റാണ് പെയർ ചെയ്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ അല്പം ലൂസായിട്ടുള്ളതാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അനാർക്കലി മോഡലില്ല. 3/4 അല്ല, ഫുൾ സ്ലീവ് തന്നെയുള്ള കുർത്തിയാണ്. ഇത് 3 പീസാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു റൗണ്ട് ഡിസൈനിലാണ് ആ ഒരു ചെസ്റ്റിൻ്റെ ഭംഗി വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ വി
പോലെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കട്ട് പീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ജെരി വർക്ക് വന്നിട്ടുണ്ട്, ഗോൾഡൻ ജെരി വർക്ക്, അതുപോലെ തന്നെ ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ സ്റ്റൈലായിട്ട് വന്നിരിക്കണം. ഈ സെൻറ്റർ പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു ബാൻഡ് പോലെയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചരട് പോലെയുണ്ട്, അത് വലിച്ചു കെട്ടാം. ഇതങ്ങനെ ആവശ്യത്തിനനുസരിച്ച് സൈസിനനുസരിച്ച് നമുക്ക് ചുരുക്കി കെട്ടാവുന്നതാണ്. അതെവിടെ ഇങ്ങനെ വരും, അങ്ങനെ നല്ല സ്റ്റൈലായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഏകദേശം ഫുൾ സ്ലീവ് പോലെ തന്നെ വരുന്ന ഒരു ഇതാണ്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ പോലെ വേറെ ഡിസൈനും ഇവിടെ ഒരു ലേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടസൽസ് ഉണ്ട് സൈഡിൽ. താഴെ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ബാക്കിലും ഈ ഒരു ബാൻഡ് പോലെ കാണാം. ധാരാളം പാനലോട് കൂടിയിട്ടുള്ള കട്ടാണ് ഇതിന് വന്നിരിക്കുന്നത്. പാനൽ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത് അനാർക്കലി മോഡലാണ്. ദുപ്പട്ട കോട്ടാഡോറിയയിൽ വരുന്ന ദുപ്പട്ടയാണ്. കോട്ടാഡോറിയ ദുപ്പട്ടയാണ്. ഫുള്ളായിട്ട് എംബ്രോയിഡറി വന്നിരിക്കുന്നു. അതിൻ്റെ മിഡിലായിട്ട് മിററിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ഫാൻസി മിറർ വർക്ക്. കോട്ടാഡോറിയയുടെ ഭംഗിയാണ്. നല്ല സ്റ്റൈലിഷ് പീസാണ്. അറ്റത്ത് ബോർഡർ പാൻറ്റിൻ്റെ അതേ ഡിസൈൻ പോലെ വന്നിട്ടുള്ള ഒരു ബോർഡറാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചുറ്റും 4 വശത്തുമായിട്ടും ഇങ്ങനെ നല്ല ഭംഗിയുള്ള ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സ്റ്റൈലിഷ് ഒരു എത്തനിക് പീസ് എന്ന് തന്നെ പറയാം. ആൻറ്റിക് അല്ലെങ്കിൽ ഒരു എത്തനിക് പീസാണ്. ഇതാ പലാസോ ആണ് അതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ്. നല്ലൊരു പലാസോ ആണ് ഇതിൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഞാൻ ധരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പീസാണ്. പ്രീമിയം മസ്ലിനിൽ വരുന്നതാണ്. മസ്ലിൻ സിൽക്കാണ്. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ബീഡ് വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മോത്തി വർക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ഒരു പോർഷനിൽ ഇതിൻ്റെ കളറാണ് ഹൈലൈറ്റ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ മീഡിയം സൈസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാ സ്ലീവ് ഇങ്ങനെ വരും. സ്ലീവിലത്തെ ഡിസൈൻ. അതുപോലെ തന്നെ എൻഡിൽ ഇങ്ങനെ നല്ലൊരു അജ്രക് പ്രിൻറ്റിൻ്റെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്, ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ സെയിം ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ മുഴുവനും ഡോട്ടഡ് ആയിട്ടുള്ളതാണ്. സ്ലീവ് 3/4 സ്ലീവാണ്. ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെ, പ്രീമിയം മസ്ലിനിൽ തന്നെ പെടുന്നതാണ്. അതിലും ഇതുപോലെ തന്നെ ഡോട്ടഡ് ആയിട്ടുള്ള ഡിസൈൻ കാണാം. അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. പാൻറ്റും പ്രീമിയം മസ്ലിനിൽ തന്നെ പെടുന്നതാണ്. സെയിം മെറ്റീരിയലിൽ പെടുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നല്ല സ്റ്റൈലിഷാണ്. മീഡിയം മാത്രമാണ് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. ഇത് വളരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ XXL ഒരുപാട് പേര് ചോദിച്ചെങ്കിലും എനിക്ക് ഒട്ടും അത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല. വല്ല നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. XXL സൈസിൽ വരുന്ന സോഫ്റ്റ് ഓർഗൻസയുടെ പീസാണ് ഇത്. നമ്മൾ കുറച്ച് അധികം നമുക്ക് കിട്ടിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതിൽ ഒരു XXLൻ്റെ ഒരു പീസ് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. കയ്യിൽ സ്ലീവിൽ ലൈനിങ് ഇല്ല. ഉള്ളിൽ നല്ല മൽക്കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്റ്റൈലിഷ് പീസാണ്. ഇത് ഏറ്റവും ഡാർക്ക് മജന്തയാണ്. ഇവിടെ ചെറിയ ഗാദറിങ്സ് വളരെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒട്ടും അറിയുന്നില്ല. അത്രയും അതിനോടുകൂടി യോജിച്ചുകൊണ്ട് അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതങ്ങനെ ഒട്ടും പ്രൊജക്റ്റഡ് ആയിട്ടോ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നതോ അല്ല. എന്നാൽ അതിനൊരു സ്റ്റൈല് കൊടുക്കണമുണ്ട്. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് ഷുഗർ ബീഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക്, കട്ട് ബീഡ് വർക്ക്, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറുള്ള സീക്വൻസ് വർക്ക്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു വി ഷേപ്പിലുള്ള നെക്കാണ്. ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ എല്ലാം വരുന്നുണ്ട്. വളരെ വലിയ പ്രിൻ്റ് ആയിട്ടുള്ള വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രിൻ്റ്, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. ഈ സോഫ്റ്റ് ഓർഗൻസിൽ വരുന്ന ഒരു ഡിസൈനുകൾക്കൊക്കെ വളരെ പ്രത്യേകതയാണ്. ദുപ്പട്ടയിൽ അടിപൊളി സ്റ്റൈലിഷ് പീസാണ്.
ലാർജ് സൈസിലും മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുർത്തിയാണ്. മസ്ലിനാണ്, പ്യുവർ മസ്ലിനാണ്. ഇതിലെല്ലാം ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ്. ചെസ്റ്റ് പോർഷനിൽ റൗണ്ട് നെക്ക് വന്നിരിക്കുന്നു, നെക്ക് പോർഷൻ. അതുപോലെ ഇവിടെ ചെറിയൊരു വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗോൾഡൻ കളറിലുള്ള ജെരി വർക്കാണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവാണ്. ഇവിടെ എല്ലാം ഫോയിൽ പ്രിന്റിൻ്റെ വർക്കാണ്. എല്ലാ സ്ഥലത്തായിട്ട് ഫോയിൽ പ്രിന്റിൻ്റെ വർക്ക് ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല മൽക്കോട്ടനിലുള്ള ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷനും സെയിം ഡിസൈൻ തന്നെയായിട്ട് വരണു. അതുപോലെ തന്നെ ദുപ്പട്ട നല്ല സ്റ്റൈലിഷാണ്. സ്റ്റൈൽ ആൻഡ് ദുപ്പട്ടയാണ്. ലാർജ് സൈസിൽ മാത്രമാണുള്ളത് കേട്ടോ. ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ബ്ലാക്ക് അല്ല, ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട. പാൻറ് ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള പാൻറ്റാണ്. നല്ലൊരു ആർട്ടിക്കിളാണ് ഇത്. പ്രീമിയം മസ്ലിനിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. വളരെ സോഫ്റ്റാണ്. അതിസുന്ദരമായിട്ടുള്ള കുർത്തിയാണ്. വളരെ അപൂർവമായിട്ടാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള കുർത്തികളൊക്കെ നമുക്ക് കിട്ടുന്നത്. കാരണം അത് അത്രയും വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഒരു സ്റ്റൈലും അത്ര ഒരു ഭംഗിയും ധരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക കുർത്തി തന്നെയാണിത്. ബാക്കി കുർത്തികളിൽ നമ്മൾ കാണുന്നത് പോലെ ധരിച്ചാൽ കിട്ടണമെന്നില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അതിസുന്ദരമായിട്ടുള്ള കുർത്തിയാണ്. ഇട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ നല്ല ഭംഗി തരുന്നു. ഇതാ അറ്റത്ത് ഇത്രയും രീതിയിലുള്ള ഒരു ബോർഡർ സ്ലീവിൻ്റെ അറ്റത്തുണ്ട്. 3/4 സ്ലീവാണ്. ഇവിടെ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ കട്ബീര് വർക്ക് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. എത്ര ഒതുക്കത്തോടു കൂടി എത്ര സ്റ്റൈലായിട്ടാണ്, ഒട്ടും ഓവറാവാതെ വളരെ ഭംഗിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ ഗാദറിങ്സ്, നല്ലൊരു സ്റ്റൈൽ ആൻഡ് പീസാണ്. സൈഡിൽ സ്ലിറ്റ് ഇല്ല. ഒരു അനാർക്കലി മോഡൽ തന്നെയാണെന്ന് പറയാം. അതിൻ്റെ കളറിൻ്റെ ഒരു ഷെയ്ഡുകളുടെ ഒരു ഭംഗി, ഒരു അപൂർവ ഷെയ്ഡുകളുടെ ഒരു കോമ്പിനേഷൻ, അത്ര സാധാരണ കാണാത്ത പല കളറുകളുടെ ഒരു കോമ്പിനേഷൻ, അതാണ്. പിന്നെ നല്ല ഇങ്ങനെയുള്ള സ്ട്രൈപ്സ് ആയതുകൊണ്ട് ഹൈറ്റ് കൂടുതൽ തോന്നിക്കും. അങ്ങനെ പലവിധ ഗുണങ്ങളും കൂടിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണിത്. സോഫ്റ്റ് ഓർഗൻസയിൽ തന്നെ വരുന്ന സുന്ദരമായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ദുപ്പട്ട എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പ്രീമിയം മസ്ലിനിൽ വരുന്ന പാൻറ്റും, ഈ ഒരു ഡിസൈനിൽ വരുന്ന പാൻറ്റ്, എല്ലാം കൂടി സുന്ദരമായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത് മീഡിയം സൈസിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇത് നമുക്ക് 4 സെറ്റ് കിട്ടിയിട്ടുള്ളതായിരുന്നു. 4 സെറ്റും എല്ലാം കഴിഞ്ഞു പോയി. ഒരു 38 സൈസ് മീഡിയം സൈസ് മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്.